മേളിലെത്തിയിരിക്കുന്നു ഗൈസ്. വന്നിട്ടൊരു യൂസും ഇല്ല. ഗൈസ്, അപ്പൊ നമ്മള് കുറച്ചു നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് നാള് ട്രിപ്പ് വ്ളോഗ് നമ്മള് കുറച്ചു നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമുക്ക് ഒരു കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അമ്പൂട്ടനാണ് പേര്. അപ്പോ അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തായിരിക്കും. നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. ഷോർട്സിൽ ഒരു സർപ്രൈസ് ആയിട്ടൊരു കാര്യമുണ്ട്, അത് നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് പറയാം. ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മള് അമ്പൂട്ടിനെ പറ്റി. നമുക്കൊരു കുഞ്ഞൊക്കെ ആയിരുന്നു. അപ്പം അവള് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വീഡിയോ ഒക്കെ കുറച്ചത്. ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ഇടും. വീണ്ടും ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിൽ നമ്മൾ ഒന്ന് കയറി വരാനായിട്ട് തരുകയാണ് ഗൈസ്. അപ്പൊ ഇത്രയും നാളും ഇല്ലാത്ത ഒരു സപ്പോർട്ട് ഇനി നിങ്ങളിൽ നിന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇന്നോസിന്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അതുമല്ല നമ്മൾ കുറച്ച് ട്രിപ്പ് പരമായിട്ട് ഇനി വന്നതാണ്. അപ്പൊ നമ്മള് കുറച്ച് ട്രിപ്പും കാര്യങ്ങളും എല്ലാം കൂടെയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഒരു നല്ലൊരു വീഡിയോ നമ്മൾ നോക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ദിവസം നേരെ പോകുന്നത് മറയൂരിൽ നിന്ന് അമരാവതി ഡാമിലോട്ടാണ്. അതപ്പം വരുന്നത് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലാണ്. അപ്പം തമിഴ്നാട് ബോർഡർ പാസ് ചെയ്ത് വേണം നമുക്ക് അമരാവതി ഡാമിലോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഇവിടെ എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് എൻട്രി ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ചോല കണക്ക് മരങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുന്നതും ഒരു സൈഡിൽ തെങ്ങും തോപ്പും. സംഭവം നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു സമയമായപ്പോഴത്തേക്ക് എല്ലാവരും പയ്യെ ചാഞ്ഞു തുടങ്ങി. കുറച്ച് പേരൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അമരാവതി ഡാമിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് അമരാവതി ഡാം. ഒടുക്കത്തെ വെയിലാണ്, സത്യം പറഞ്ഞ ഒടുക്കത്തെ വെയിലാണ്. ഇതാരാണെന്ന് അറിയാമോ മുകേഷ്? എന്റെ കൈ ഒടിഞ്ഞിരിക്കണല്ലേ, അമ്പൂട്ടനാണ് കേട്ടോ. അമ്പൂട്ട വെയിലായോണ്ട് കൊട എടുക്കാൻ ഞാൻ മറന്നുപോയി. കൊട എടുക്കാൻ അവള് മറന്നുകൊണ്ട് അങ്ങനെ നമ്മളിതിന്റെ ഏറ്റവും ടോപ്പില് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. 2 മാസം കൊണ്ട് ഇവിടുത്തെ വെള്ളം വറ്റിയുണ്ട് ബോട്ട് സർവീസ് ഒക്കെ നിർത്തി വെച്ചേക്കാണ്. ഇപ്പം ഇതിവിടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ടാങ്കാണിത്. അതാണ് ഈ കാണുന്നത്. വെള്ളത്തിൽ നിന്ന് സ്മെല്ലുണ്ട് കേട്ടോ. എത്ര പണിയുണ്ട്. കൊച്ചിനെ കൊണ്ട് ഓടി കയറി കൊട എടുക്കാനും മറന്നുപോയി. അയ്യോ അയ്യോ, അമ്മതാ ഇവിടെ തളർന്ന് നിൽക്കുവാണ്. അയ്യോ അയ്യോ, മേളിലെത്തിയിരിക്കുന്നു ഗൈസ്. ഗൈസ്, അപ്പൊ ഇതാണ് അമരാവതി ഡാം. ഇവിടെ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്ന സാധനം കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതാ ഇങ്ങോരെ കിടക്കാനുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ബോട്ട് സർവീസ് ഒക്കെ നിർത്തി വെച്ചേക്കുന്നത്. സംഭവം കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഇതെന്ന് പറയുന്നത് മറയൂരിന്ന് എത്ര 45 കിലോമീറ്റർ. മൂന്നാർ മറയൂരിൽ നിന്ന് 45 കിലോമീറ്ററാണ് ഈ അമരാവതി ഡാം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഗൈസ് അമരാവതി ഡാം. അമരാവതി ഡാമെന്ന് വിട പറയുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. ഈ ഒരു ഇറക്കമാണ് ഗൈസ് ഇനി ഇറങ്ങാനുള്ളത്. അമ്പൂട്ടനാണെങ്കിൽ വെയിലടിച്ച് അമ്പൂട്ടനാണെങ്കിൽ വയ്യേ അമ്പൂട്ടൻ വയ്യ. തുണി അവന്റെ മണ്ടേ കൂടെ ഇട്ടോ. അല്ല അവന്റെ മണ്ടയിലിട്ടോ ഇട്ടോ. ഗൈസ് അങ്ങനെ എല്ലാരും 18 പടി തിരിച്ചിറങ്ങുകയാണ്.
അമരാവതി ഡാമിന്റെ 18ാം പടി നമ്മളും ഇറങ്ങുകയാണ്. പണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വരണമെങ്കിൽ സംഭവം നമ്മൾ ഒരു വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടൊക്കെ വരണം. ഇടുക്കിയാണെങ്കിലും ക്ലൈമറ്റ് ഒക്കെ ഇപ്പോഴും നല്ല വെയിൽ തന്നെയാണ്. തമിഴ്നാട് ഓക്കെ, തമിഴ്നാടാണെങ്കിലും ശരി തന്നെ സംഭവം ഭയങ്കര വെയിൽ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് നമ്മളവിടെയൊക്കെ ഉള്ള ആ ക്ലൈമറ്റ് തന്നെയാണ്, അല്ലാതെ വലിയ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ വരണമെങ്കിൽ ഒരു 4 മണി ടൈമിലൊക്കെ വരണം. ഇപ്പോഴൊക്കെ വന്നിട്ട് ഒരു യൂസും ഇല്ല. അമരാവതി ഡാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെ ഒത്തി സെറ്റപ്പായിട്ടുള്ളത് ബോട്ടിംഗ് ആയിരുന്നു, അത് നിർത്തലാക്കി. ഇപ്പോൾ അതുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും കാണാനൊന്നുമില്ല. വെറുതെ മണ്ടേ കയറി 2 ഫോട്ടോഷൂട്ട് എടുത്തിട്ട് തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ സ്ഥലം പിടിക്കട്ട്, അവിടെ വല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം മൂന്നാറിന്റെ 2ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡാണ് കേട്ടോ, ഈ ബാഗിൽ കാണുന്നത്. അപ്പോൾ 2ാം ദിവസമായിട്ട് നമ്മൾ പോകുന്നത് മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലോട്ടായിരുന്നു. ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 2 സൈഡ് നമ്മളെ തേയിലത്തോട്ടങ്ങളങ്ങ് നിറഞ്ഞു നിൽപ്പുണ്ട്. അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോകുന്നത് നല്ല ഫീലാണ് കേട്ടോ. പക്ഷേ ഈ റോട്ടിൽ ബൈക്കിൽ ട്രാവൽ ചെയ്യാനാണ് കേട്ടോ ഒത്തിരി ബെറ്റർ. ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഡ്രോണിൽ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതാണ്. ഇവിടെ ഭയങ്കര ബിസിനസ്സാണ് കേസ് നടക്കുന്നത്. ഒരാൾ മിനിമം 10,000 രൂപയെങ്കിലും ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഗ്യാപ്പ് റോഡ്. ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി ഇവിടെ വ്യൂ പോയിന്റിലോട്ട് ജസ്റ്റ് വന്നതാണ്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഗ്യാപ്പ് റോഡ്. മൂന്നാറിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ ഇരിക്കണേ എന്തൊക്കെ അത് താഴോട്ട് ഇറങ്ങി പോണമില്ല. ഷട്ടർ ഭയങ്കര എന്തോ അമ്പറൂട്ടനെത്തി ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ഇപ്പം ആകെ ക്ഷീണിതനായിട്ട് കിച്ചു അതിനെ കൊട പിടിച്ചു കൊടുക്കാൻ കുഞ്ഞിപ്പെണ്ണ് ചേട്ടൻ അതിന്റെ ബാക്കിൽ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. എല്ലാരും ഗ്യാപ്പ് റോഡിൽ ഇങ്ങനെ നമ്മളൊരു മാഗി കഴിക്കാനായിട്ട് നിർത്തിയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗ്യാപ്പ് റോഡിന്റെ വ്യൂ എന്ന് പറയുന്നത്. വേറെ നമ്മളെ തേയില മാത്രമേ ഉള്ളൂ, പച്ചപ്പ് നിറഞ്ഞ തേയില. ഈ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഗൈസ്. അതാണ് ഈ റോഡ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സൈറ്റ് ഉണ്ട് അവിടെയൊക്കെ. പക്ഷെ നമ്മൾ അവിടെയൊന്നും പോകുന്നില്ല. ആക്ച്വലി നമ്മൾ പോകുന്നത് ഈ റോഡ് നേരെ അങ്ങ് അരിക്കൊമ്പനെ പിടിച്ചോണ്ടുന്ന റോഡെന്നാണ് ഈ അറിയപ്പെടുന്നത്. ഈ വ്യക്തിയാണ് പറഞ്ഞു തന്നത് നമ്മൾ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയ റോഡെന്ന്. അരിക്കൊമ്പൻ അമ്പറൂട്ട് റെഡിയായി. സെറ്റായി അമ്പറൂട്ടൻ സെറ്റായിട്ടുണ്ട്. അവനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ചുകൂടി കഴിയപ്പോ മാമനും മോനും കൂടി ഉറക്കത്തിലായി. ഒരു രക്ഷയില്ല ബ്രോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്നലെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അമരാവതി ഡാം. പക്ഷെ അവിടത്തെക്കാട്ടിലും സൂപ്പർ എനിക്ക് തോന്നിയത് ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി നമ്മൾ കാണാനുണ്ട്, നമ്മൾ പതിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത മുകളിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് താഴോട്ട് പോയപ്പോഴത്തേക്ക് ഓരോരുത്തർ പയ്യെ ക്ഷീണിതരായി തുടങ്ങി കേട്ടോ. അതിനിടയിലാണ് ഒരു ഡബിൾ ടക്കർ അവിടുത്തെ ഒരു ബസ് വന്നത്. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിലൂടെ താഴെ അങ്ങ് ഡാമിലെത്തി കേട്ടോ. ഇതാണ് കേസ് അവിടുത്തെ ഡാമെന്ന് പറയുന്നത്. സംഭവം ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോകുന്നവർ താഴെ പോയി ഒന്ന് ഡാമിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരിക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.